ഒരുക്കമുള്ള ഹൃദയം നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. കർത്താവ് നിങ്ങളെ സുഖപ്പെടുന്ന സമയമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിടുതലും ദൈവാനുഗ്രഹം നേടുന്ന ഒരു സമയമാണിത്. നമ്മുടെ കൃപാസനത്തിൻ്റെ സാക്ഷികൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നുറങ്ങിയ ഹൃദയത്തോടെ കർത്താവിനെ അറിയണം, അനുഗ്രഹം പ്രാപിക്കണം. ഇവിടെ വന്നാൽ കർത്താവ് നിങ്ങളെ സഹായിക്കും എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടും അതിനുവേണ്ടി കടം മേടിച്ചൊക്കെ വന്ന ആൾക്കാരുണ്ട്. ഒരു കുഞ്ഞിനെ പോലും കർത്താവ് വെറുതെ വിടത്തില്ല. കർത്താവിൻ്റെ വചനത്തിലുള്ള പ്രധാനപ്പെട്ട വാക്കാണ്, ഞാൻ വെറും കൈയോടെ അവരെ പറഞ്ഞു വിട്ടാൽ അവർ വഴി തളർന്ന് വീഴുമെന്ന്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാം, കർത്താവ് ഒരു കുഞ്ഞിനെ പോലും വെറും കൈയോടെ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല. കൈയടിക്കട്ടെ. മക്കളെ, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ രോഗമുള്ളിടത്ത് കൈകൾ മാറ്റി മാറ്റി പ്രാർത്ഥിക്കണം. രണ്ടാമത്തത്, യഥാർത്ഥ രോഗിയുടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, ഒരു കിടക്കയിലാണ്, ICUലാണെന്ന് വിചാരിച്ചു, അവർക്ക് എന്താണ് രോഗമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോഴും കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ അവരെ സുഖപ്പെടുത്താൻ വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരഭാഗത്ത് കൈകളെ വെച്ചുകൊണ്ട് വിശ്വാസം പ്രഖ്യാപിക്കുന്നതാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവെ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കർത്താവ് ഞങ്ങളുടെ തിരുസന്നിധി പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന വലതുകര ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, സാമ്പത്തിക തകർച്ച നേരിടുന്നവരെ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇൻ്റർവ്യൂ കഴിഞ്ഞ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, ഓഫർ ലെറ്റർ വന്നതിന് ശേഷം മെൻറ്റൽ പൊസിഷൻസ് ഇല്ലാത്തവർ, പരീക്ഷ എഴുതിയവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ആ റിസൾട്ട് മോശമായി പോയവർ, റീടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ, കർത്താവെ, കടകമ്പോളം നടത്തുന്നവർ, കൂടുതൽ വ്യവസായങ്ങൾ നടത്തുന്നവർ, വ്യാപാര വിഷയങ്ങൾ നടത്തുന്നവർ, കസ്റ്റമേഴ്സ് ഇല്ലാത്ത ബിസിനസ്സുകാർ, എല്ലാ വിഷയങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ വിഷമതകൾ അനുഭവിക്കുന്നവർ, ജപ്തി നടപടി നേടുന്നവർ, ഈശോ നിന്റെ തിരുമുറിവാർന്ന വലതുകരം, അനുഗ്രഹത്തിൻ്റെ അഭിഷേകരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കുന്ന മാർഗ തടസ്സങ്ങൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ, പാപത്തിൽ പെട്ടുപോയവർ, പലതരത്തിലുള്ള കേസുകൾ അകപ്പെട്ടിരിക്കുന്നവർ, ജപ്തി നടപടി നേരിടുന്നവർ, ഈശോ വസ്തു വിൽക്കാനുള്ളവർ, ഇങ്ങനെ പലതരത്തിൽ പലതരത്തിൽ ജീവിതം കുരുങ്ങിപ്പോയവരെ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ തൽക്കാലത്തെ കർത്താവെ, പെട്ടുപോയവരെല്ലാം കർത്താവെ നീ വിടുവിക്കണം പ്രാർത്ഥിക്കുന്നു. ഇതോടുകൂടി അവിടെ ആധ്യാത്മ ജീവിതം പരിപക്വമാകുന്നതിന് വേണ്ടി, സുവിശേഷത്തിൻ്റെ ദൈവാനുഭവത്തിലൂടെ സാക്ഷിയായി മാറുന്നതിന് വേണ്ടി യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ ആശീർവദിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. നമ്മളെ ഏറ്റെടുത്തുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സൗഖ്യം
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ മനസ്സിൽ അറിയാവുന്ന വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവരെ യേശുവെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. കർത്താവിൻ്റെ തടിമുറവാർന്ന ഭരതകരത്താൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. നിന്റെ തിരുമുറവാർന്ന വലതുകരം, അണിപ്രതാർന്ന അത്ഭുതകരം രോഗങ്ങളുടെ അടുത്തേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ചൂടനുഭവിക്കുന്നവരും അതുപോലെ രോഗങ്ങൾ വിട്ടുമാറുന്നവരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിന്നിലേക്ക് ആവശ്യിക്കുന്നു. അപസ്മാര രോഗികൾ, ഓട്ടിസം രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കർത്താവ് അവരെ ഉച്ചമുതൽ ഉള്ളം കാല് വരെ അങ്ങയുടെ വിശുദ്ധമായ രക്തത്താൽ അവരെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിക്കാത്ത കുഞ്ഞുങ്ങൾ, എഴുന്നേറ്റ് നടക്കാത്ത കുഞ്ഞുങ്ങളെ, കടന്നു കിടപ്പായ രോഗികൾ എല്ലാം കർത്താവ് അടിപ്പണ പോലെ വൈതാക്കാലം ഒരു ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കളില്ലാത്തവരെ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവരെ അങ്ങ് സ്പർശിക്കണേ പ്രാർത്ഥിക്കുന്നു. ജനിതക തടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തെ മാറിപ്പോകൊണ്ടെന്ന് കൽപ്പിക്കുന്നു. ഭവനെ കർത്താവ് പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നവർ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, നെഞ്ചിന് വേദനയുള്ളവർ, ഹൃദയത്തിന് ശ്വാസകോശങ്ങൾക്കെല്ലാം തടസ്സങ്ങളുള്ളവർ, കർത്താവിന് വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. ഹൃദയത്തിന് വാറുകൾ തടസ്സങ്ങൾ മാറട്ടെ. എപ്പിലെപ്സി രോഗികൾ കർത്താവ്, അതുപോലെ വലിവ് രോഗികൾ, അസ്മ രോഗികൾ കർത്താവ്, സിസ്റ്റ് രോഗികൾ, മുഴകളുള്ളവർ, പിസിയോടി രോഗികൾ, പിസ്തുല രോഗികൾ, അരിസ്റ്റസ് രോഗികൾ, അൾസർ രോഗികൾ, കർത്താവിൻ്റെ ബാധ രോഗികൾ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിൽ മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പരിശുദ്ധ അൾത്താരയിലെത്തി സാക്ഷ്യം പറയാനുള്ള സാഹചര്യമൊരുക്കിയതിന് യേശുവിനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. അതേപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് ആക്കിയതിന് ഒരുപാട് നന്ദി. തുടർന്നും ഉടമ്പടി ജീവിതത്തിൽ തന്നെ തുടരുമെന്ന് ഞാൻ അമ്മയ്ക്ക് വാക്ക് തരുന്നു. എൻ്റെ പേര് തുഷാര നായർ. ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഇതെൻ്റെ മോനും അമ്മയും ബ്രദറിൻ്റെ വൈഫും കുഞ്ഞുമാണ്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് 2019 എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. സോ അന്നൊന്നും ഞാനത് അത്ര വാല്യൂ കൊടുത്തിരുന്നില്ല. അങ്ങനെ പലതവണ കൃപാസനം പത്രം എൻ്റെ കൈകളിലും എത്തി. ഞാനത് എവിടെയൊക്കെയോ അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞു. പിന്നീട് ഞാൻ വിദേശത്ത് ജോലിക്കായി എത്തി. അവിടെ നിന്ന് വീണ്ടും എൻ്റെ ഒരു സുഹൃത്ത് വഴി കൃപാസനത്തെ പറ്റി എന്നെ അമ്മയെ അറിയിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മയുടെ ഒരു ഉൾവിളിയുണ്ട്, ഞാനിവിടെ എത്തണമെന്നുള്ളൊരു കാര്യം മനസ്സിലായി. അങ്ങനെ 2025 ഒക്ടോബർ 2023 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഉടമ്പടിയിൽ ഞാൻ ആദ്യം നിയോഗമായിട്ട് വെച്ചത് എൻ്റെ സഹോദരന് ഒരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ അമ്മയുടെ അനുഗ്രഹത്താൽ അടുത്ത മാസം തന്നെ വൈഫ് പ്രഗ്നൻ്റ് ആവുകയും അതേപോലെ തന്നെ PCODയുടെ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ള ഡോക്ടർ ഇൻഫോം ചെയ്തിരുന്നു. സോ അങ്ങനെ ഉടമ്പടി എടുത്ത് 1 മാസം ആയപ്പോഴേക്കും വൈഫ് പ്രഗ്നൻ്റായി. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ അമ്മ നൽകി അനുഗ്രഹിച്ചു. അതിന് ഞാൻ അമ്മയോട് നന്ദി അറിയിക്കുന്നു. പിന്നീട് എൻ്റെ മോന് ശരീരത്തിൽ ഇങ്ങനെ വൈറ്റ് പാച്ചസ് ഉണ്ടാവുന്നുണ്ടായിരുന്നു. അത് പല മെഡിസിൻസ് കഴിച്ചിട്ടും അത് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടി തൈലം പൂശി സ്വർഗസ്നായ പിതാവേയും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ പാച്ചസ് കംപ്ലീറ്റ് ആയിട്ട് മാഞ്ഞു പോയി. പിന്നെ എൻ്റെ ജോലിക്കാര്യം തന്നെയായിരുന്നു അത്. ആ ഉടമ്പടി കാലാവധിയിൽ തന്നെ എനിക്ക് വിദേശത്ത് വീണ്ടും ജോലി ലഭിച്ചു. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടത്തി തന്നപ്പോൾ ഞാൻ അമ്മയെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മറന്നു. പ്രാർത്ഥനകളുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഉടമ്പടി ജീവിതം ഉപേക്ഷിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഞാൻ എവിടെ അമ്മ എന്നെ കൊണ്ട് എത്തിച്ചോ അവിടെ നിന്ന് ഒന്നും അല്ലാതാക്കി.
സോ ഞാൻ വീണ്ടും സൗദിയിൽ നിന്ന് ഞാൻ റിട്ടേൺ വന്നു. അങ്ങനെ 19/10/2025 ഞാൻ വീണ്ടും ഉടമ്പടി ജീവിതം ആരംഭിച്ചു. അവിടെ ഞാൻ ആദ്യമായിട്ട് നിയോഗം വെച്ചത് എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കൈ പൊക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല, അതേപോലെ കാർഡിയാക് മെഡിസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അമ്മയെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം. അതിനുശേഷം അമ്മ കംപ്ലീറ്റ് ആയിട്ട് മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്തു. അമ്മയുടെ ഹെൽത്ത് ഇഷ്യൂസിൽ വളരെ മാറ്റം വന്നു. പിന്നെ എൻ്റെ മോൻ്റെ ലിപ്സിൽ ഒരു അബ്നോർമൽ മൂവ്മെൻറ്റ് പോലെ കണ്ടിന്യൂസ്ലി മൊബൈൽ വാച്ച് ചെയ്യുമായിരുന്നു. സോ എനിക്കങ്ങനെ ഒരു അബ്നോർമാലിറ്റി ഫീൽ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് ഷിവർ ചെയ്യുന്ന പോലെ തോന്നി. അത് അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ ഓർമ്മിപ്പിച്ചതാണ്. പഴയ ഒരു സാക്ഷ്യം കിടക്കുന്നു. കാരണം ആ ഉടമ്പടി തൈലം പുരട്ടി അവൻ്റെ അസുഖങ്ങളൊക്കെ മാറി. അത് ഞാൻ അമ്മയെ ഓർമ്മിപ്പിച്ച് തന്നാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അമ്മയോട് ഞാൻ പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങുമ്പം തൊട്ട് ഇനി എനിക്ക് ആ മൂവ്മെൻറ്റ് കാണിച്ചു തരരുത്, അവൻ പഴയതുപോലെ ആകണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനത് കണ്ടിട്ടേ ഇല്ല. അവൻ അങ്ങനെ ഒരു ഷിവറിങ്ങോ അബ്നോർമൽ മൂവ്മെൻറ്റ്സോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ കടബാധ്യത തന്നെയായിരുന്നു. വലിയൊരു എമൗണ്ട് തന്നെ. സാധാരണ ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം, അവിടുത്തെ ഒരു ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. സോ എൻ്റെ ആ ഇൻകം കംപ്ലീറ്റ് നിന്നപ്പോൾ എനിക്ക് വലിയൊരു എമൗണ്ട്, ഒരു 10 ലക്ഷം രൂപയോളമാണ് എൻ്റെ കയ്യിൽ വന്നത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു പോയി. അതിനുശേഷം ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കി 2026 ജനുവരി 19 അവിടെ ഞാൻ നിയോഗമായിട്ട് വീണ്ടും എൻ്റെ ജോലി കാര്യങ്ങൾ തന്നെ വെച്ചു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ അപ്പോഴും എന്നെ വിഷമിപ്പിക്കുന്ന പല കാര്യങ്ങളും മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബസിയിൽ നിന്നുള്ള അറ്റസ്റ്റേഷൻ അത് റിജക്റ്റായി. കാരണം ഞാൻ പല പ്രാവശ്യം റിട്ടേൺ സൗദി ഇങ്ങനെ വിദേശ രാജ്യങ്ങൾ പോയി വന്ന് നിന്നതുകൊണ്ട് അവർക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സ്ഥലമില്ല ആ സർട്ടിഫിക്കറ്റിൽ. സോ അതേപോലെ സർട്ടിഫിക്കറ്റിന് ഡാമേജ് ഉണ്ടെന്നുള്ളൊരു ഇഷ്യൂവും കൂടെ വന്നു. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ച നേഴ്സിംഗ് കോളേജിന് എല്ലാ അക്രഡിറ്റേഷൻസും ഉണ്ടായിരുന്നു. ആ കോളേജ് സ്റ്റോപ്പായി. സോ ഇതിനു മുമ്പ് ഞാൻ ഫേസ് ചെയ്തിട്ടില്ലാത്ത എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് ആ സമയം വന്നു. അപ്പോഴും ഞാൻ അമ്മയെ മുറുകെ പിടിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, ഇവിടെ എന്നെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം അത് മുന്നോട്ട് പോകുമെന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. സോ അങ്ങനെ ഇവർക്ക് ഏജൻസിക്കാർക്ക് ഒരു കാര്യങ്ങളും പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവരോട് സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചോദിച്ചിട്ട് അവർ തരുന്നുമില്ല. സോ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആരുമില്ല. എനിക്കങ്ങനെ രാഷ്ട്രീയക്കാരോ അങ്ങനെ പിടിപാടുള്ള ആരെയും അറിയില്ല. സോ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് ഗൂഗിളിൽ അങ്ങ് സെർച്ച് ചെയ്യുക. സോ ഞാൻ നമ്പർ സെർച്ച് ചെയ്തു. ആദ്യം ഒരു ലേഡിയുടെ നമ്പർ കിട്ടി. അവർ വേറെ ആളെ കണക്ട് ചെയ്ത് തന്നു. അങ്ങനെ അദ്ദേഹം ഈ ഏജൻസിയെ കോണ്ടാക്ട് ചെയ്യുകയാണ്. അദ്ദേഹം അവരോട് പറയുന്നു 5 ഡേയ്സിനുള്ളിൽ ഈ സർട്ടിഫിക്കറ്റ് റിട്ടേൺ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ എൻ്റേതായ രീതിയിലൂടെ നീങ്ങും. സോ ഇവർ 3 ഡേയ്സിനുള്ളിൽ എനിക്ക് സർട്ടിഫിക്കറ്റ് റിട്ടേൺ ചെയ്തു. അപ്പോഴും എനിക്ക് ഈ കിട്ടിയിരുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ പാസ്സായിരുന്ന ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ പാസ്സായ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യത്തിലുള്ള ഒരു സ്ഥാപനമായിരുന്നില്ല. മീൻസ് ഞാൻ വർക്ക് ചെയ്ത എല്ലാ ഹോസ്പിറ്റൽസും അക്രഡിറ്റഡ് ആയിരുന്നു. സോ ഇത് ഞാൻ പ്രതീക്ഷിച്ചതിൽ സാലറി കിട്ടിയെങ്കിലും ഞാൻ എയിം ചെയ്ത ഒരു ഹോസ്പിറ്റലായിരുന്നില്ല. സോ എനിക്കപ്പം അവിടെ മനസ്സിലായി അമ്മ വേറെ എന്തോ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട്. അമ്മയായിട്ടുണ്ടാക്കിയ റീസൺസ് ആയിരുന്നു ഈ റിജക്ഷൻസ് എല്ലാം. സോ ഞാൻ അങ്ങനെ 26-ാം തീയതി വന്ന് ജോസഫ് അച്ഛനെ കണ്ടു. എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ബ്ലെസ് ചെയ്തു. അങ്ങനെ എനിക്കൊരു 7 സ്റ്റാർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വരുവാണ്. അപ്പോൾ ഏജൻസി പറഞ്ഞു നമ്മൾ നല്ല മേക്കപ്പൊക്കെ ചെയ്ത് നല്ല സെറ്റായിട്ട് ഇരിക്കണം, എന്നാലേ ഉള്ളൂ അവർ സെലക്ട് ചെയ്യത്തുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു മേക്കപ്പും ചെയ്തില്ല. ഞാൻ തൈലം പൂശി പ്രാർത്ഥിച്ചു. അതേപോലെ ജോസഫ് അച്ഛൻ തന്ന ആ ഒരു കാശുരൂപവും ഉടമ്പടി കാശുരൂപവും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവർ തുടരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ ചോദിക്കുമ്പോഴെല്ലാം എനിക്ക് അവരുടെ ആ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇവർ സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ പറയുന്ന ഈ ആൻസറിൽ. അങ്ങനെ വന്നപ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഒരു വെൻറ്റിലേറ്റർ റിലേറ്റഡ് ആയിരുന്നു.
ഞാൻ പറയാൻ സാധ്യതയുള്ള ഒരു ആൻസർ ആയിരുന്നില്ല. അപ്പം എൻ്റെ ചെവിയിലിരുന്ന് അമ്മ പറഞ്ഞു, നീ ഇങ്ങനെ പറയാന്ന് പറഞ്ഞ് ABG എന്നുള്ള ഒരൊറ്റ ആൻസറായിരുന്നു അത് കേട്ടപ്പം അവർ വളരെ ഹാപ്പിയായി. സോ എനിക്ക് ആ ഇൻ്റർവ്യൂ പാസ്സാവുമെന്നുള്ള ഉറപ്പായി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോളേജ് ക്ലോസായി. പിന്നെ ഈ വെരിഫിക്കേഷൻ ഇപ്പോൾ ഈ 2025 തൊട്ട് QVP എന്ന് പറഞ്ഞുള്ളൊരു വെരിഫിക്കേഷനുണ്ട്. സോ ഈ കോളേജ് ക്ലോസ് ആകുമ്പോൾ അവിടെ നിന്ന് എങ്ങനെ വെരിഫൈ ചെയ്ത് കിട്ടും? അപ്പം ഞാൻ കോളേജിന് തന്നെ അത് ക്ലോസ് ആയെങ്കിലും വേറെ കോളേജസ് ഓപ്പൺ ആയിരുന്നു. ഞാനങ്ങനെ ഗൂഗിൾ സെർച്ച് ചെയ്ത് അവരെ കോണ്ടാക്റ്റ് ചെയ്ത് അവരൊരു റിപ്ലൈയും തന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിലേക്ക് വെരിഫിക്കേഷൻ അയച്ചാലോ? അപ്പോഴും അവർ പറഞ്ഞു, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അയക്കണമെന്ന് അത് ആ വെരിഫിക്കേഷൻ ടീമാണ് തീരുമാനിക്കുന്നത്. സോ സാധാ കോളേജസിൽ നിന്നാണ് വെരിഫിക്കേഷൻ അവർക്ക് വേണ്ടത്. എനിക്കറിയില്ല വിതിൻ ഡേയ്സിനുള്ളിൽ ആ കോളേജിൽ നിന്ന് എങ്ങനെയാണ് QVP റെഡിയായി എത്തിയെന്ന് എനിക്കറിയില്ല. അത് ഓക്കെയായി. പിന്നെ അടുത്ത കടമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ലാസ്റ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നുള്ള വെരിഫിക്കേഷനായിരുന്നു. അപ്പം 22 അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അപ്പം അറബിക് രാജ്യങ്ങളിലൊക്കെ ഈദ് ഹോളിഡേയ്സ്. സോ ആ ടൈമിൽ അത് ഇഷ്യൂ ആക്കാൻ ആരുമില്ല. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കോണ്ടാക്റ്റ് ചെയ്തു, പലരെയും കോണ്ടാക്റ്റ് ചെയ്തു, ഒരു രക്ഷയില്ല. 25th ആയപ്പോഴേക്കും എനിക്ക് അവിടെ നിന്നും അപ്രൂവൽ കിട്ടി. അതും കറക്റ്റായി. അതെനിക്ക് അറിയില്ല ആ ഹോളിഡേയ്സിൻ്റെ ടൈമിൽ അത് ആരെങ്ങനെ ശരിയാക്കി തന്നു എന്നറിയില്ല. ഇതെല്ലാം എൻ്റെ പരിശുദ്ധ അമ്മയാണ് ചെയ്തു തന്നതെന്ന് എനിക്ക് അതിയായ വിശ്വാസമുണ്ട്. സോ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം വീട്ടിലെത്തി ഒരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ ഒരു വെളുപ്പിന് ഒരു 2 മണി ആയപ്പോഴേക്കും ഇങ്ങനെ വീട്ടിലെ പട്ടി ഭയങ്കരമായിട്ട് കുരയ്ക്കുന്നു. സാധാരണ നമ്മൾ ക്യാമറയിലൂടെ ചെക്ക് ചെയ്യും, ഞാൻ എണീറ്റ് നോക്കാറില്ല. അന്ന് എന്നെ ആരോ പുഷ് ചെയ്ത് കൊണ്ടുപോവാണ്. നോക്കെന്ന് പറഞ്ഞ് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ തോന്നി. ഞാൻ വിൻഡോ ഓപ്പൺ ചെയ്തപ്പം കണ്ടത് അടുത്തുള്ള വീടിൻ്റെ തോട്ടത്തിലൂടെ ഫുള്ള് തീ പിടിക്കുകയാണ്. ആ വീടിൻ്റെ പരിസരത്തോട്ട് ആൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു അമ്മയും മോനും മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചു, ഞങ്ങൾ ചെന്നു, ഫയർഫോഴ്സിനെ വിളിച്ചു. അതങ്ങനെ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് അമ്മയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. കാരണം അതിൻ്റെ അടുത്തും വേറെ വീടുകളൊക്കെ ഉണ്ടായിരുന്നു, ആരും കണ്ടില്ല. എൻ്റെ വീട്ടിലും ആരും കണ്ടില്ല, ഉടമ്പടിയിലായിരുന്നു, ഞാൻ തന്നെയാണ് കണ്ടത്. അങ്ങനെ എന്നെ ഓരോ കാര്യങ്ങളിലും എന്നെയും എൻ്റെ കുടുംബത്തിനെയും കൈ പിടിച്ച് നടത്തുന്നതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഈ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയായിരുന്നു പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ജോസഫ് അച്ഛൻ്റെ ധ്യാനങ്ങൾ കൂടുമായിരുന്നു, ബൈബിൾ വചനം വായിക്കുമായിരുന്നു. അതിലെനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത്, ഞാൻ നിനക്ക് അഭിവൃദ്ധി വരുത്തുകയും നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഈ ഒരു വചനം ഒരു 10 പ്രാവശ്യത്തിൽ കൂടുതൽ റിപ്പീറ്റഡായിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അത് കിട്ടിയപ്പോഴൊക്കെ എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഓരോ ന്യൂസും വന്നുകൊണ്ടിരുന്നു. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ക്യാൻസർ രോഗികൾക്കൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. എൻ്റെ മുന്നിൽ വലിയൊരു കടബാധ്യതയുണ്ട്, പക്ഷേ അത് അമ്മ ആയിട്ട് അതിന് സോൾവ് ചെയ്യുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ ഞാൻ ഓൾഡ് ഏജ് ഹോമിലെത്തി എനിക്ക് പറ്റുന്ന രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഹെൽപ്പ് ചോദിക്കുന്ന ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ ഞാൻ അവർക്ക് ഗൂഗിൾ പേ ആയിട്ടാണെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തികൾ. പിന്നെ ആത്മീയ വളർച്ച എന്ന് പറഞ്ഞാലും ഞാൻ ദൈവത്തോട് കൂടുതൽ അടുത്തു. ദൈവത്തോട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടി. അപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി. ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. ബൈബിള് വായിക്കുമായിരുന്നു. ഉപവാസം ഇടയ്ക്ക് മുടങ്ങിപ്പോയിട്ടുണ്ട്, അതിന് ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. എങ്കിലും ഉപവാസത്തിലും പങ്കെടുക്കുമായിരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നെ പ്രതീക്ഷയാണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ ഫസ്റ്റ് 2022 ഇവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നത്.
ആ സമയങ്ങളിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. അന്നേരം എൻ്റെ മമ്മി വന്ന സമയത്ത് മമ്മി എടുക്കുന്നത് കൊണ്ട് മാത്രം ഞാനും ഉടമ്പടി എടുത്ത് തിരികെ പോയി. അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് വന്നെടുക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2025 എനിക്ക് എൻ്റെ മകനിലൂടെ കിട്ടിയൊരു സൗഖ്യത്തെ പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു ദിവസം പെട്ടെന്ന് ഒരു വൈകുന്നേരം സമയത്ത് ഇവന് പെട്ടെന്ന് ഒരു ജലദോഷം വരികയും രാത്രി ആയപ്പോഴത്തേക്കും ചെറുതായിട്ട് ശ്വാസം മുട്ടലും അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇവന് ഇടയ്ക്ക് ഇങ്ങനെ ശ്വാസം മുട്ടൽ ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ ഞാൻ ഇൻഹേലറൊക്കെ വലിച്ചു കൊടുത്തു. കൊച്ചിനോട് കടന്നോളാൻ പറഞ്ഞു. പക്ഷേ ഇവനിങ്ങനെ അസ്വസ്ഥതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാലത്തായപ്പോഴത്തേക്കും കൊച്ചിന് കുറയുന്നില്ല. പക്ഷേ ഇവന് കാണുമ്പോൾ അവന് അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം, നമുക്ക് നെബുലൈസേഷനൊക്കെ എടുത്തിട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ പെട്ടെന്ന് നമ്മുടെ തൊട്ടടുത്തുള്ള അമല ഹോസ്പിറ്റലിൽ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി വേഗം കാഷ്വാലിറ്റി കാണിച്ചു. അവർ വേഗം നോക്കിക്കഴിഞ്ഞ് ഞാൻ ചീട്ടെടുത്ത് വന്നപ്പോഴത്തേക്കും ഇവർ കൊച്ചിനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. എന്നുവെച്ചാൽ പെട്ടെന്ന് ഞാൻ കൊച്ചിനെ കാണാണ്ട് ഓടി ചെന്നപ്പോഴത്തേക്ക് ഇവർ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ എന്നോട് പറഞ്ഞു കൊച്ചിന് ഇച്ചിരി ക്രിട്ടിക്കലാണ്, കൊച്ചിനെ നമുക്ക് വേഗം ICUയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. വീട്ടിൽ നിന്ന് നടത്തിക്കൊണ്ടുവന്ന കൊച്ചാണ്, പെട്ടെന്ന് എന്താണ് ഇവനിങ്ങനെ പറ്റിയെന്ന് ഓർത്ത് എനിക്കും അതാകെ ഒരു ബുദ്ധിമുട്ട് വന്നു. ഞാൻ ഹസ്ബൻഡിനെ വേഗം വിളിച്ചു പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, കുഴപ്പമൊന്നും ഇല്ലാണ്ടല്ലേ നമ്മളിവിടെ വരെ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇവന് പെട്ടെന്ന് സാച്ചുറേഷൻ കുറഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ ഇവർ വേഗം PICUയിലേക്ക് കൊച്ചിനെ ഷിഫ്റ്റ് ചെയ്തു. അവിടെ ചെന്ന് ICUയിൽ കയറി ഞങ്ങളിരുന്നു. കൊച്ചിന് ഓക്സിജനൊക്കെ കൊടുത്ത് അവരിരുത്തി. ഒരു ഉച്ചയോടുകൂടി ഇവർ പെട്ടെന്ന് ഡോക്ടർമാർ വരുന്നു, കൊച്ചിൻ്റെ അടുത്ത് വട്ടം കൂടുന്നു, കൊച്ചിന് ആ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു, ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. കൊച്ചിൻ്റെ ഓക്സിജൻ്റെ അളവ് 76, 78 ആ റേഞ്ചിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് കൊച്ചിനൊരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇവരിങ്ങനെ മാസ്ക് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നു, എയർവോ കണക്ട് ചെയ്യുന്നു, ഇതെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ICUയിലുണ്ടായിരുന്ന ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ കണ്ടീഷൻ കുറച്ച് മോശമാണ്, നമുക്ക് വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ട് ഇപ്പോൾ ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ആ ഒരു സമയം നമ്മൾ കേൾക്കാൻ പറ്റാത്തൊരു കാര്യം കേട്ടപ്പോൾ നമ്മൾ ആകെ ഒരു തകർന്നൊരവസ്ഥയിലായിരുന്നു. നടത്തിക്കൊണ്ട് വന്ന കൊച്ചിനെ പെട്ടെന്ന് ഒരു ഉച്ചയോടുകൂടി വെൻറ്റിലേറ്ററിലേക്കൊക്കെ മാറ്റുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കായിരുന്നു. അപ്പോൾ പിന്നെ വേഗം ഡോക്ടർ തന്നെ ഹസ്ബൻഡിൻ്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഇവിടേക്ക് വരണം എന്ന് പറയും. എനിക്ക് എന്ന് വെച്ചാൽ ഒരു സംസാരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്കായി പോയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. വീട്ടിലേക്ക് വേഗം വിളിച്ച് പറഞ്ഞു വീട്ടിൽ നിന്ന് നമ്മുടെ ഉടമ്പടി തൈലവും എല്ലാം എടുത്തിട്ട് വന്നു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇവരെത്തിച്ചു. ഞാൻ എന്നിട്ട് ICUയിൽ കയറി. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അമ്മ നിങ്ങൾ കൊച്ചാണെങ്കിൽ ആകെ ഒരു പാനിക്കായിട്ട് വെപ്രാളം കാണിക്കുന്നവന് ഓക്സിജൻ എടുക്കാൻ പറ്റുന്നില്ല. ഇവർ കണക്ട് ചെയ്തിട്ട് അവനത് ഓക്കെ ആവുന്നില്ല. അതാണ് ഇവർ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റാമെന്ന് പറയുന്നത്. പക്ഷെ ഇവൻ അതിന് ഒരു തയ്യാറാവുന്നില്ല. ഇവൻ ഇറങ്ങിപ്പോകാൻ നോക്കുന്നു, എന്തൊക്കെയോ വെപ്രാളം കാണിക്കുന്നു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അമ്മ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 1 മിനിറ്റ് ഡോക്ടർ, എനിക്ക് ഒരു 5 മിനിറ്റ് താ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഈ കാശ് രൂപ എടുത്തിട്ട് അവൻ്റെ നെഞ്ചിൽ ഞാൻ ഒട്ടിച്ച് വെച്ചു. അതിനുശേഷം ഈ തൈലെടുത്ത് മൊത്തം ഞാൻ കൊച്ചിനെ തൂത്ത് ഞാൻ പറഞ്ഞു അമ്മ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ കൊച്ചിനെയും കൊണ്ട് ഞാൻ അവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളെന്താ കാണിക്കുന്നത്, ഈ സമയത്ത് എന്താ ചെയ്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു 5 മിനിറ്റ്. അതുവരെ ഡോക്ടർ ആ ഓക്സിജൻ്റെ മാസ്ക് ഒന്ന് വെച്ച് കൊടുക്കാൻ പറഞ്ഞു ഡോക്ടറോട്. അങ്ങനെ ആ ഓക്സിജൻ മാസ്ക് വെക്കുന്ന സമയത്ത് ഇവന് 76-ൽ റെഡ് ലൈറ്റ് തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ നേരമായിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാൻ പറഞ്ഞു ഡോക്ടറെ ഒന്ന് കൊച്ചിനൊരു സപ്പോർട്ട് കൊടുക്ക്, ഒരു 5 മിനിറ്റ് നേരത്തെ അത് വെച്ച് കൊടുക്കാൻ പറഞ്ഞു. ഡോക്ടർ അത് സമ്മതിച്ചു. സമ്മതിച്ച് ഞാൻ തൈലവും പൂശി ഇത് വെച്ച് പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന് 76 എന്നുള്ളത് 78ലേക്ക് മാറി. അത് 80 ആയി. അങ്ങനെ കൊച്ചിൻ്റെ ഓക്സിജൻ്റെ അളവ് കൂടിക്കൂടി വന്നു. പിന്നെ കൊച്ച് ആ മാസ്ക് വെച്ചിട്ടാണ് ICUന്ന് ഇറങ്ങുന്ന വരെയും അവൻ ആ സാധാ ഓക്സിജൻ മാസ്ക് വെച്ചിട്ടാണ് ICUയിൽ കടന്നതും ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജായി പോന്നു. ഒരു വെൻറ്റിലേറ്ററിൻ്റെ സപ്പോർട്ടോ ഒന്നുമില്ലാണ്ട് എൻ്റെ കുഞ്ഞിന് പരിപൂർണ്ണ സൗഖ്യം ലഭിച്ചു. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ടൗണിൻ്റെ അടുത്ത്
ഞാൻ കുറച്ച് സ്ഥലം വാങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന ടൗണിൽ നിന്നും കുറച്ച് വിട്ട് മാറിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്നും അതിൽ വരുമ്പോൾ ആഗ്രഹിക്കും, വെറുതെ ആണെങ്കിലും ആഗ്രഹിക്കും ഇവിടെ ഇത്തിരി വാങ്ങാൻ പറ്റിയായിരുന്നു. അപ്പോൾ അന്വേഷിച്ചപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്ഥലം കൊടുക്കാൻ, എല്ലാം വിറ്റ് പോയതാണെന്നാണ് നമ്മൾ ബ്രോക്കർമാരെ കൊണ്ടൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാനിടയായത്. എങ്കിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെറുതെ കിട്ടുന്നതൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എങ്കിലും ഞാൻ വെറുതെ ഉടമ്പടിയിൽ എഴുതി വെച്ചു, അമ്മേ ഞാൻ ആഗ്രഹിക്കുന്നിടത്ത് എനിക്കൊരു സ്ഥലം മേടിക്കാൻ പറ്റണേന്ന് ഞാൻ എഴുതി വെച്ചു. ഇവിടുന്ന് പോയി 7ാമത്തെ ദിവസം എനിക്ക് ഞാൻ ആഗ്രഹിച്ചിടത്ത് അവർ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന സ്ഥലമായിരുന്നു, അവർ കൊടുക്കാൻ തയ്യാറായി. ഞാൻ 7ാമത്തെ ദിവസം അതിൻ്റെ അഡ്വാൻസ് കൊടുത്തു. നാളെ അതിൻ്റെ പേപ്പർ എല്ലാം ക്ലിയറായി, നാളെ അതിൻ്റെ ഇത് നടത്തുകയാണ്. പിന്നെ 3ാമതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് വയനാട്ടിലൊരു ഷോപ്പുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്തു പോകാൻ താല്പര്യമില്ലാണ്ട് ഞങ്ങളത് വിറ്റൊഴിവാക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് വന്നാലും ഓരോരോ തടസ്സങ്ങൾ കാരണം അത് വിറ്റ് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനിവിടെ ഒന്ന് ഉടമ്പടി എഴുതി വെച്ചിരുന്നു, അമ്മേ ഞങ്ങൾക്കത് എങ്ങനെയും അതൊന്ന് വിറ്റൊഴിവാക്കി തരണം, അനുഗ്രഹിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുവഴി ആ കടയുടെ ഉടമസ്ഥർ തന്നെ ആ കടയിലുണ്ടായിരുന്ന സാധനങ്ങളും എല്ലാം അവർ തന്നെ എടുത്ത് നമുക്കങ്ങനെ ഒരു അനുഗ്രഹം കിട്ടി. പിന്നെ എൻ്റെ കുഞ്ഞിനൊരു വയറുവേദന, ഇടയ്ക്കിടയ്ക്ക് വയറുവേദന വരുമായിരുന്നു. അപ്പോൾ കൊണ്ടത് കാണിച്ചപ്പോൾ ഒക്കെ അപ്പൻഡീസിൻ്റെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അത് സർജറി ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. 2 മെയിൻ ഹോസ്പിറ്റലിൽ നമ്മൾ കാണിച്ചു, 2ഇടത്തുനിന്നും പറഞ്ഞു അത് സർജറി ചെയ്യുന്നതായിരിക്കും, എത്രയും പെട്ടെന്ന് നിങ്ങൾ സർജറി ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ കൊച്ചു കിടക്കുന്നതിൻ്റെ ബെഡിൻ്റെ അടിയിൽ നമ്മുടെ ഉടമ്പടി പത്രം വെക്കും, പിന്നെ എണ്ണയെടുത്ത് വെച്ച് കൊടുക്കാറുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേറൊരു ഡോക്ടറുടെ അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വേദന സഹിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിക്ക് ഒരു അപ്പൻഡിക്സും ഇല്ല, ഒന്നുമില്ല, നിങ്ങൾ പൊക്കോ, അത് തന്നെ അങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും എൻ്റെ കുടുംബത്തിനെ അനുഗ്രഹിച്ചതിന് കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊതിച്ചോറുണ്ടാക്കി റോഡിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക്, വിശന്നിരിക്കുന്നവർക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യൻറ്റിനെ എല്ലാ മാസവും ഞാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്ന് മേടിക്കുന്ന ഉടമ്പടി പത്രം ഞാൻ എല്ലായിടത്തും കൊണ്ടുവന്ന് കൊടുക്കാറുണ്ട്. പിന്നെ കൃപാസനത്തിൽ വരണമെന്ന് ആരാഗ്രഹം പറഞ്ഞാലും ഞാൻ അവരെ പൈസ കൊടുത്ത് സഹായിക്കും ഇവിടെ വരാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് എൻ്റെ സാക്ഷ്യം.